ഞാനിപ്പോൾ ഉള്ളത് അൽ ഇഖ്തിയാർ അൽ ലവൽ റെസ്റ്റോറൻറ്റിലാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇത് എവിടെയാണെന്നല്ലേ, ഷാർജയിൽ നിന്ന് നമ്മൾ കൽബയ്ക്ക് പോകുമ്പോൾ മല്ലിഹ റോഡിൽ ഫസ്റ്റ് എക്സിറ്റിൽ കാണുന്ന റെസ്റ്റോറൻറ്റാണിത്. അൽ ഇഖ്തിയാർ അൽ ലവൽ റെസ്റ്റോറൻറ്റ് വളരെ നല്ല ഒരു സീറ്റിങ്ങും വളരെ മനോഹരമായിട്ടാണ്. അറബിക്, ഇന്ത്യൻ, ചൈനീസ് അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് യാത്രയിൽ ഇപ്പം ഷാർജയിൽ നിന്ന് ഫിജറയ്ക്കോ അല്ലെങ്കിൽ കൽബയ്ക്കോ പോകുന്ന യാത്രയിൽ നല്ല ഒരു പാർക്കിംഗ് സ്പേസൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് പോകാം. ഇവരുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിന് അകത്തേക്ക് കയറി. നല്ല അടിപൊളി ഫെസിലിറ്റിയാണ്, നല്ല സൂപ്പർ സീറ്റിംഗ് ആണ്. എങ്ങനെയായിരുന്നാലും ഒരു 80-90 പേർക്ക് ഇരിക്കാനുള്ള നല്ല അടിപൊളി സംവിധാനം. ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള സെപ്പറേറ്റ് ഇതുണ്ട്, മജ്ലീസ് ഉണ്ട്. അപ്പം അറബ്സിനും അതുപോലെ തന്നെ ഇന്ത്യൻസിനും പിന്നെ ചൈനീസും ഒക്കെ ഐറ്റംസ് നല്ല ഫുഡ് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം സാറ്? ഫിഷ് സ്പെഷ്യൽ, ഫിഷ് ഗ്രിൽഡ് സ്പെഷ്യൽ, ഫിഷ് ഗ്രിൽഡ് വിത്ത് ബിരിയാണി. ഓക്കെ, ആയിക്കോട്ടെ. വേറെ ഉള്ളത് നമ്മുടെ നാടൻ ബീഫുണ്ട്, നാടൻ ബീഫ് ഫ്രൈ, അച്ചായൻ ബീഫ്, ചട്ടിക്കറി, ചിക്കൻ ചട്ടിക്കറി, മട്ടൻ ചട്ടിക്കറി, ബീഫ് ചട്ടിക്കറി. സ്പെഷ്യൽ ഐറ്റംസ് ഫിഷ് മസാല. ഇതൊരെണ്ണം. ഓക്കെ. ജ്യൂസ് ഐറ്റംസ് സാർ? ജ്യൂസ് ഐറ്റംസ്. സലാഡ് ഐറ്റംസ്? സലാഡ് ഒരെണ്ണം ആയിക്കോളും. ഒരു അറബിക് സലാഡ്. ഓക്കെ സാർ. ജ്യൂസ് ഐറ്റംസ് മൊജിറ്റോ ഉണ്ട്, ബ്ലൂബെറി മൊജിറ്റോ, പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. ഓക്കെ സാർ. അത് സ്പെഷ്യൽ അത് അവറൽ കൽബ്, ഇഖ്തിയാർ സ്പെഷ്യൽ അവറൽ കൽബ്, ബുർജൽ അറബ്, ടൈറ്റാനിക് സ്പെഷ്യൽ ജ്യൂസ്. ശരി, അപ്പോൾ ഇതിൽ ഓർണം. ഓക്കെ സാർ. അപ്പോൾ ഏതായാലും ഇത് കൊണ്ടുവരൂ, കൊണ്ടുവന്ന് കഴിച്ചിട്ട് നമുക്ക്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇതാണല്ലേ ഈ പറഞ്ഞ ഐറ്റംസ്. അടിപൊളി. ഇതെന്താണ്? കംപ്ലീറ്റ് നീലമായ ബ്ലൂബെറി മൊജിറ്റോ. ബ്ലൂബെറി മൊജിറ്റോ. അവറൽ കൽബ്. ഈ അബൂദ്. ഇത് അബൂദാണ്. അബൂദ്. അപ്പോൾ ഇതിലെന്താ ചേർത്തിരിക്കുന്നത് സാർ? ഇതിന് ഷമാമ മാംഗോ മിക്സാ. ഓക്കെ. ഐസ്ക്രീം. അടിപൊളി സംഭവം കേട്ടോ സാർ. സലാഡ്. അത് ശരി. ഞാനിത് 2 ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ടേസ്റ്റ് ഉണ്ട് സാർ? അടിപൊളിയല്ലേ, സൂപ്പർ. ഞാൻ ഇങ്ങനെ പറയായിരുന്നു സാർ. ഇത് തബൂല സലാഡ്, വേറെ സ്പെഷ്യൽ സലാഡ്. തബൂല. അത് ശരി. അറബിക് സലാഡാണ്. അത് അറബിക് എല്ലാവരും കഴിക്കുന്നതാ. അറബിക്കാണ് ഡിഷ്. അറബി സലാഡ്. ഈ സലാഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് അറിയുമല്ലോ. യോഗട്ട് സലാഡ്. നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളായതല്ലേ അല്ലേ? സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം. നാടൻ ബീഫ് ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യലാണ്. നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. സാർ ഇത് സ്പെഷ്യൽ സീബ്രീം ഗ്രിൽഡ്, സീബ്രീം അൽഫാം. ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റമാണ്. ഒത്തിരി ഒമാനീസ്, അറബി ആൾക്കാർ എല്ലാവരും കഴിക്കുന്ന ഒരു ഡിഷാണ്. മലയാളികൾ. ഗ്രിൽഡ് ഹമ്മൂസ്. ഇത് ബീഫ് അടിപൊളി കേട്ടോ. ബീഫ് ഭയങ്കര ടേസ്റ്റാണ് സാർ. നല്ല ടേസ്റ്റ്.
സൂപ്പർ, അടിപൊളി ടേസ്റ്റ് പറയാം, അടിപൊളി ടേസ്റ്റ്. ഇതേതാണ് സാധനം? മന്തി, മട്ടൺ ഷുവ മന്തി. മട്ടൺ ഷുവ മന്തി, അത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലാണ്. ഒമാനീസ് അത് ഒത്തിരി കഴിക്കുന്നതാണ് മട്ടൺ ഷുവ. സ്പെഷ്യലാണ് ഇവിടുത്തെ. ഇത് മജ്ബൂസ് അൽഫാം. അൽഫാം പെപ്പർ വിത്ത് മജ്ബൂസ് അൽഫാം. ഓ അത് ശരി. ഞാൻ ഈ ബീഫ് കഴിച്ചേട്ടോ, ഒട്ടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര ടേസ്റ്റല്ലേ. നിങ്ങളുടെ ഏതായാലും തീർച്ചയായിട്ടും ഇതുവഴി പോകുന്ന ആരായിരുന്നാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ പോകണം സാറേ. കുറേ ആൾക്കാർ ഇത് തന്നെ കഴിക്കാൻ വേണ്ടി അന്വേഷിച്ച് വരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഫിഷ്, ബീഫ്. ഇത് മട്ടനാണല്ലേ? മട്ടൺ ഷുവ മന്തി. നമ്മുടെ മറ്റൊരു സ്പെഷ്യൽ ഡിഷാണ് ചട്ടിക്കറി. ചട്ടിക്കറി ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. ഹൈദരാബാദ് ബിരിയാണി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി മറ്റേ സ്പെഷ്യൽ. മലബാർ ദം ബിരിയാണി. മലബാറി ദം ബിരിയാണി. ഇതെന്താണ് സാധനം? ബിരിയാണി വിത്ത് ചിക്കൻ ഷുവ. ചിക്കൻ ഷുവ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണുള്ളത്. ഞാൻ കുറേ അധികം കഴിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായും ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ കയറി ഫുഡ് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. നമുക്കിഷ്ടപ്പെടും, ഒരു മാറ്റവുമില്ല. സാർ, കേരള സ്റ്റൈൽ ഫ്രഷ് മിൽക്ക് ചായ, സമാവർ ചായ. കേരള സമാവർ ചായ. ഫ്രഷ് മിൽക്ക്. താങ്ക് യു. എനിക്ക് ഏതായാലും നിങ്ങളുടെ ഈ വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു അഭിപ്രായം. താങ്ക്സ് സാർ. അപ്പം ഇത് നിങ്ങൾക്ക് ശരിക്കും വേറെ എവിടെയൊക്കെ ഇതിൻ്റെ ഷോപ്പുണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്? ഷോപ്പ് നമ്മുടെ ഷാർജ റോഡിൽ ഒരു ഷോപ്പുണ്ട്. പിന്നെ ഷാർജ റോഡ് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഹത്തേലൊരു ഷോപ്പുണ്ട്. പിന്നെ കഫ്തീരിയ, ഹാങ് ഔട്ട് കഫ്തീരിയ. തൊട്ടടുത്ത് തന്നെ ഇതിന് ചേർന്ന് തന്നെ ഒരു കഫ്തീരിയ ഉണ്ട്. പിന്നെ ഷാർജ റോഡിലൊരു 2 കഫ്തീരിയ ഉണ്ട്. ശരി. അപ്പം ഈ നമ്മുടെ ബ്രാൻഡ് റെസ്റ്റോറൻറ്റ് 3 റെസ്റ്റോറൻറ്റ് ഉണ്ട് അല്ലേ? 3 റെസ്റ്റോറൻറ്റ്, ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഒമാനിലുണ്ട് 2 എണ്ണം. ഒമാനിൽ 2 റെസ്റ്റോറൻറ്റ്. ഓക്കെ. ഏതായാലും വളരെ സന്തോഷം. ഓക്കെ സാർ, താങ്ക്സ്. ഇത്തരം നല്ല ഫുഡ് സെർവ് ചെയ്തതിന്. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട്. അപ്പം നമ്മൾ വളരെ സത്യസന്ധമായൊരു അഭിപ്രായം പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വിശ്വസിച്ച് ഏതൊരു ഗസ്റ്റ് വന്നാലും ഹാപ്പി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതെ, അത് 100%. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഉള്ള, നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ആ വലിയ ഒരു ആംബിയൻസ് ഉണ്ട്. ഏതായാലും സെർവ് ചെയ്തതിന് നന്ദി. താങ്ക് യു. അപ്പോൾ ഞാനിവിടുന്ന് ഫുഡ് കഴിച്ചു. ഈ ഫുഡ് കഴിച്ചപ്പോൾ ഇവിടെ എത്ര പേരുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ചു. നോക്കി, ഇത്രയും സ്റ്റാഫുണ്ട്. ഇവരെ മനോഹരമായ ഫുഡാണ് നമുക്ക് തന്നത്. അപ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതാണ് ഈ ഫുഡിൻ്റെ മേന്മ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഓണറിനോടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ ഈ ചെയ്ത ഫുഡിലൂടെ വരുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു, എനിക്ക് നല്ല മനോഹരമായ ഫുഡ് തന്നതിന്. താങ്ക് യു ടു ആൾ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഫിജിറ ഷാർജ റോഡിലാണ്. ഫിജിറ ഷാർജ റോഡിൽ വരുന്ന വഴിക്ക് വിക്ടോറിയ സ്കൂളുണ്ട്. ആ സ്കൂൾ കഴിഞ്ഞ് വരുന്ന വലിയൊരു ഏരിയ, നല്ല ഫ്രീ പാർക്കിംഗ് ഉള്ള ഏരിയയിലാണ് വീണ്ടും ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ മനോഹരമായ മറ്റൊരു സീറ്റിംഗ് ആണ്. നല്ല ഫുൾ ക്രൗഡഡ് ആണ്. പക്ഷേ നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള വളരെ പ്രൈവസി ഉള്ള കുറേ റൂംസ് ഉണ്ട്.
വളരെ സുന്ദരമായി നമുക്ക് അവിടെ ഇരിക്കാം. ഇരുന്ന് മജ്ലീസ് ഉണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാർ അവർ വളരെ സന്തോഷത്തോടെ നമ്മളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് അവിടെ വന്നിരുന്ന് അവരോടൊപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി. അത്ര സ്നേഹമുള്ള ഈ മനുഷ്യരാണ്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.